US ഇന്ത്യ കരാർ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നുണ്ട്. ഇന്ത്യ കുറയ്ക്കുന്നത് കാർഷിക മേഖലയിലെ തീരുവകളടക്കം എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്ത് വരുന്നത്. റഷ്യൻ എണ്ണ വാങ്ങിയാൽ അധിക തീരുവ ഒഴിവാക്കാം, റഷ്യൻ എണ്ണ വാങ്ങിയാൽ അധിക തീരുവ വീണ്ടും പുനഃസ്ഥാപിക്കുമെന്ന് US മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 0 തീരുവയൊക്കെയുള്ള പല ഉൽപ്പന്നങ്ങളും ഇന്ത്യയിലേക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതുണ്ട്. ഇടക്കാല കരാറുമായി ബന്ധപ്പെട്ട് മാർച്ചിൽ അതിൻ്റെ രൂപരേഖ വരുമെന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പൊതുവെ വിലയിരുത്തപ്പെടുന്ന US അനുകൂലമായ പല കാര്യങ്ങളുമുണ്ടോ, ഇന്ത്യക്ക് വേണ്ട പ്രയോജനം ഇതിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇളവ് നൽകുന്നതും നൽകാത്തതുമായ വിഭവങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ലിസ്റ്റ് അടക്കം പുറത്തു വരുന്നുണ്ട്. അതിപ്പോൾ ചോളം, അരി, ഗോതമ്പ്, പഞ്ചസാര അടക്കമുള്ള വിഷയങ്ങൾ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട്. മത്സ്യവും ഡയറി, പോൾട്രി, സോയാബീൻ എന്നിവയ്ക്ക് ഇളവുണ്ടാകും. ഇളവ് നൽകാത്തത് അത് ഇന്ത്യയുടെ പരമ്പരാഗത മേഖലയിലെ ഉൽപ്പന്നങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു വരാനുണ്ട്. ഒപ്പം തുറന്നു കൊടുക്കുക വൈൻ, മദ്യം, സോയാബീൻ, എണ്ണ, ആപ്പിൾ, പരുത്തി, പിസ്ത, ബദാം, പയറുവർഗ്ഗങ്ങൾ എന്നിവയ്ക്ക് തീരുവ പൂർണ്ണമായും ഇല്ലാതാകും എന്നുള്ളതുകൊണ്ട് നമുക്ക് അരിയും ഗോതമ്പും അടക്കമുള്ള കാര്യങ്ങൾക്ക് നിയന്ത്രണമുണ്ട് എന്ന് പറഞ്ഞാണ് ഇതിനെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം അടക്കം പ്രതിരോധിക്കുന്നത് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഇവിടെ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്ന സമയം മുതൽ വ്യാപകമായി ചർച്ചയുണ്ട് ഇക്കാര്യങ്ങളിൽ. കാരണം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇന്ത്യ ഏകപക്ഷീയമായി വഴങ്ങുകയായിരുന്നു അമേരിക്കയ്ക്ക് എന്നുള്ളത് ധനകാര്യ മന്ത്രാലയത്തിൻ്റെയും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയൊക്കെ വിശദീകരണമുണ്ട് എങ്കിൽ പോലും കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട് അല്ലേ കാര്യങ്ങളിൽ? തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഇപ്പോൾ കുറച്ചുകൂടി ഈ ഇന്ത്യയും അമേരിക്കയും വ്യാപാരം ചെയ്യുന്ന ഈ കാർഷിക വിളകളുടെ കാര്യത്തിൽ കുറച്ചെങ്കിലും ഒരു വ്യക്തത ലഭിച്ചത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ത്യയും US ഒരു സംയുക്ത പ്രസ്താവന പുറത്തുവിട്ടതോടെയാണ്. ഇതിൽ ഇപ്പോൾ നിലവിൽ ഈ വ്യാപാര കരാറിൽ ഉൾപ്പെട്ട കാർഷിക വിളകളെ പറ്റി ഏകദേശ ഒരു ധാരണ ഇത് കാരണം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിൽ നികുതി ഇളവും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നികുതി എടുത്തു കളയുന്നതുമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്ന പ്രധാനമായിട്ടും ചുവന്ന ചോളം, അതുപോലെ നിലക്കടല, ബദാം, പഴവർഗ്ഗങ്ങൾ, സോയാബീൻ, ഓയിൽ, വൈൻ, സ്പിരിറ്റ്, പിന്നെ ചില മദ്യ ഉൽപ്പന്നങ്ങൾ, ചില പയർവർഗ്ഗങ്ങൾ എന്നിവയ്ക്കാണ് ഈ നികുതി പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അത് കുറയ്ക്കുകയോ ചെയ്തിട്ടുള്ളത്. ഇനി US നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിൽ കടുത്ത നിയന്ത്രണം അല്ലെങ്കിൽ വളരെയധികം കനത്ത തീരുവ ഉൾപ്പെടെ ചുമത്തുന്ന ഉൽപ്പന്നങ്ങളുണ്ട്. ഈ ഒരു കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇന്നലെ വൈകിട്ട് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിൻ്റെ ഒരു വിശദീകരണം ഉണ്ടായിരുന്നു. അതിലുൾപ്പെടെ അദ്ദേഹം എടുത്തു സൂചിപ്പിച്ചത് ഈ കാര്യങ്ങളായിരുന്നു, ഈ നിയന്ത്രണമുള്ള വസ്തുക്കൾ. അതായത് അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ത്യ സ്വയം പര്യാപ്തമായ ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ ജനിതക മാറ്റം വരുത്തിയ കൂടുതൽ ഉൽപ്പാദക ശേഷിയുള്ള കൂടുതൽ മോഡിഫൈഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അതൊന്നും തന്നെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യില്ല. ഇവിടെ കർഷകർ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ അതിനെല്ലാം കർശന നിയന്ത്രണം ഉണ്ടാകും എന്ന് പീയൂഷ് ഗോയൽ എടുത്തു പറഞ്ഞിരുന്നു. ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇതിനു മുൻപേ യൂറോപ്പുമായി ഇന്ത്യ വ്യാപാര കരാർ ഒപ്പുവെച്ചിരുന്നു. അപ്പോൾ അടക്കം പല തരത്തിലുള്ള കർഷക സംഘടനകളും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നതാണ്. ഈ ആപ്പിളിൻ്റെ വിപണിയെപ്പറ്റി പല ആശങ്കകളും ഉണ്ടായിരുന്നു. എന്നാലിപ്പോൾ ഇന്നലെ പുറത്തു വന്ന സംയുക്ത പ്രസ്താവനയിൽ ഈ ആപ്പിളിൻ്റെ കാര്യം പരാമർശിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ആ ഒരു ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായിട്ടും ഈ വ്യാപാര കരാർ മുഖേന ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിൽ നിയന്ത്രണമുള്ള വസ്തുക്കളെന്ന് പറയുന്നത് ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വസ്തുക്കളും പൂർണ്ണമായിട്ടും ഈ വ്യാപാര കരാറിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് പാൽപ്പൊടി, തൈര്, ബട്ടർ, മിൽക്ക്, വെണ്ണ, നെയ്യ്, ചീസ്, പനീർ തുടങ്ങിയിട്ടുള്ള യാതൊരുവിധ പാലുൽപ്പന്നങ്ങളും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യില്ല. ഇത് മുൻപ് നരേന്ദ്രമോദി ഉൾപ്പെടെ പല വേദികളിലും സൂചിപ്പിച്ചു. ഇന്ത്യയിലെ ക്ഷീര കർഷകരുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കും, അവർക്ക് സംരക്ഷണം നൽകും എന്നുൾപ്പെടെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം ഈ ഒരു പ്രസ്താവനയിൽ പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയതിൽ പറയുന്നുണ്ട്. ഈ സാധനങ്ങളൊന്നും ഈ ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട ഒരു ഉൽപ്പന്നങ്ങളും ഈ വ്യാപാര കരാറിൽ വരുന്നില്ല. ഇത് സംയുക്ത പ്രസ്താവനയിൽ ഉൾപ്പെടെ സ്ഥിരീകരിക്കുന്ന ഒരു കാര്യമാണ്. അതുമാത്രമല്ല സോയാബീൻ, ഉള്ളി, വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, കടല, ബീൻസ് എന്നീ ഉൽപ്പന്നങ്ങൾക്കും പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ഉണ്ടാകും. പിന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള
തരത്തിലുള്ള മീറ്റ്, പിന്നെ ജനിതകമാറ്റം വരുത്തിയ ഉൽപ്പന്നങ്ങൾ ഇവയും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിൽ പ്രത്യേക നിയന്ത്രണമുണ്ടാകും. ഇനി കർശന നിയന്ത്രണങ്ങളോടെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചില ഉൽപ്പന്നങ്ങൾ കൂടിയുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് തേയില, ഓറഞ്ച്, മാമ്പഴം, പ്ലം, വാഴപ്പഴം എന്നീ ഉൽപ്പന്നങ്ങൾ. ഇതിൽ ചിലപ്പോൾ ഒരു സംശയം തോന്നിയേക്കാം. തേയില, അതുപോലെ തന്നെ വാഴപ്പഴം, ഓറഞ്ച് അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ അത് ഇന്ത്യയിൽ വ്യാപകമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളാണ്. ഇന്ത്യയിൽ അതിന് പ്രത്യേക മാർക്കറ്റ് അടക്കമുണ്ട്. അപ്പോൾ ഇത് അമേരിക്കയിൽ നിന്ന് നിയന്ത്രണങ്ങളോടെ ഇറക്കുമതി ചെയ്താൽ ഇവിടെയുള്ള കർഷകരെ ബാധിക്കില്ലേ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാത്ത തരം തേയില ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാത്ത പ്രത്യേക ഇനം ഓറഞ്ച് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വിഭാഗം വഴി ഇറക്കുമതി ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അജയ്, ഇപ്പോൾ ഡോക്ടർ ഷൈജിമോൻ, സാമ്പത്തിക വിദഗ്ധൻ, അദ്ദേഹം ടെലിഫോൺ ലൈനുണ്ട്. ഷൈജിമോൻ, അവ്യക്തതകൾ, ആശയക്കുഴപ്പങ്ങൾ ധാരാളമുള്ള ഒരു കരാറാണ് എന്നാണ് ഒരു വിലയിരുത്തൽ. കാരണം ഇന്ത്യ പൂർണ്ണമായും ഈ കാർഷിക ഉൽപ്പന്നങ്ങൾക്കടക്കം തീരുവ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഇതുപോലുമുണ്ട് അമേരിക്കയുമായി ബന്ധപ്പെട്ട്. പക്ഷേ നേരത്തെ ഉയർത്തിയ തീരുവ മാത്രമാണ് അമേരിക്ക കുറയ്ക്കുന്നത്. അത് ആത്യന്തികമായി ആർക്ക് ഗുണം ചെയ്യുമെന്നുള്ളതാണ് പ്രധാനം. രഞ്ജിത്ത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ വന്നിരിക്കുന്നത് ഒരു ഫ്രെയിം വർക്കാണ്, ഒരു ചട്ടക്കൂടാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കരാറ് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുമെന്നാണ് ഇനി വരും ആഴ്ചകളിലാണ് നമ്മളത് പ്രതീക്ഷിക്കുന്നത്. അടുത്ത ആഴ്ചയോട് കൂടിയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത്, എനിക്ക് തോന്നുന്നത് രാജ്യത്തിനെ സംബന്ധിച്ചോളം വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള, മുന്നോട്ട് പോകാൻ പര്യാപ്തമായിട്ടുള്ള ഒരു കരാറാണ്, അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്കാണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ തന്നെ പറയുന്നുണ്ട് $500 ബില്യൺ അടുത്ത 5 വർഷം കൊണ്ട് നമ്മൾ വ്യാപാരം നടത്തും, അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് പല ഡിഫൻസ്, ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്, മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ വാങ്ങിക്കുമെന്ന് പറയുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി തിരിച്ച് നമ്മൾ ഈ പറഞ്ഞ ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച, രഞ്ജിത്ത് ഇപ്പം കുറച്ചു നേരമായിട്ട് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിലാണെങ്കിൽ, നമ്മുടെ പ്രോഡക്ട്സിന്റെ തീരുവകൾ മൊത്തത്തോടെ ഉള്ളത് നമുക്കറിയാം 50% കൂട്ടിയിരുന്നു. നേരത്തെ 25% എന്നുള്ളത്, അതിൽ 25% ഇപ്പൊ തന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ പിഴ ചാർജ് എന്ന് പറഞ്ഞ് നമ്മുടെ റഷ്യ ആയിട്ടുള്ള എണ്ണ ഡീലിംഗുമായിട്ട് ബന്ധപ്പെട്ടത് ഓൾറെഡി മാറ്റി. അടുത്ത ആഴ്ചയാണ് അടുത്ത ആഴ്ചയോടുകൂടി 25% നിന്ന് 18% ആക്കുമെന്ന് പറഞ്ഞു ഓവറോൾ ആയിട്ടുള്ള നമ്മുടെ ടാക്സ്. ഇതിൽ തന്നെ നമുക്ക് നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പല പ്രോഡക്ട്സും ഇന്ത്യയിൽ നിന്ന് US കയറ്റുമതിയുന്നത് 0 ഡ്യൂട്ടിയിലേക്ക് എത്തി. അതായത് ഇപ്പൊ ജെംസ് ആൻഡ് ജുവലറി നമ്മൾ നോക്കിയാൽ നമ്മുടെ എക്സ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ജെംസ് ആൻഡ് ജുവലറി, ഡയമണ്ട്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഇതുപോലെ തന്നെ മെഷീനറി പാർട്സ്, അല്ലെങ്കിൽ എഞ്ചിന്റെ പാർട്സ്, ഓട്ടോമോട്ടീവ് പാർട്സ്. ഈ ഓട്ടോമോട്ടീവ് പാർട്സ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇടയ്ക്ക് ടാരിഫ് വേരിയേഷൻ വന്നപ്പോൾ അത് വളരെ വലിയ ഇഷ്യൂ ആയി. അപ്പം അവിടുത്തെ കാറുകൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഓട്ടോമോട്ടീവ് പാർട്സ് കൂടുതലായിട്ട് അതൊക്കെ 0 ഡ്യൂട്ടിയാണ്. അപ്പൊ അങ്ങനെ 0 ഡ്യൂട്ടി ആക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത, നമ്മുടെ ഇവിടുത്തെ ഉൽപാദനം അങ്ങനെയുള്ള ഭാഗങ്ങളിൽ കൂടുകയും, അങ്ങനെ കൂടുമ്പോൾ നമ്മുടെ MSMEs, ചെറുകിട ഇടത്തര ഇൻഡസ്ട്രീസ് വളരെ പരിപോഷിക്കപ്പെടും. അത് കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടും. ഇനി അഗ്രികൾച്ചർ പ്രോഡക്ട്സിന്റെ കാര്യത്തിൽ വന്നാൽ, നമ്മുടെ കയറ്റുമതി കാര്യത്തിൽ 0 ഡ്യൂട്ടി ഏർപ്പെടുത്തിയ കുറെ കാര്യങ്ങളുണ്ട്. അതായത് സ്പൈസസ്, ടീ, കോഫി, കൊപ്ര, കോക്കനട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വെജിറ്റബിൾ ഓയിൽസ്, അല്ലെങ്കിൽ കാഷ്യൂ നട്ട്സ്, സെവറൽ ഫ്രൂട്ട്സ് ഐറ്റംസ്, ബനാന, ഈ ഗുവ, മാംഗോ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ നിന്നും മറ്റ് സൗത്ത് അമേരിക്കൻ കൺട്രീസിൽ നിന്നാണ് അമേരിക്കയിലേക്ക് കൂടുതൽ പൊക്കോണ്ടിരുന്നത്. ഇപ്പൊ അവർക്കൊക്കെ ടാക്സ് കൂടുതലും, നമുക്ക് 0 ടാക്സിലേക്ക് വരുമ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഇത്തരം സാധനങ്ങൾ ഒരുപാട് വാങ്ങിക്കും. അങ്ങനെ വാങ്ങിക്കുമ്പോൾ നമ്മുടെ അത്തരത്തിലുള്ള കർഷകർ, അത്തരത്തിലുള്ള പ്രൊഡക്ഷൻ നമുക്ക് ഇവിടെ ഒരുപാട് കൂടാനായിട്ട് സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.